നമ്മൾ സൈഡിലിരുന്ന് നോക്കുമ്പോൾ നമുക്കാണെങ്കിൽ കൂടുതൽ നെക്ക് പെയിൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നെക്കിന് വേണ്ടി കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് എനിക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇതൊക്കെ പറ്റില്ല തന്നെ. പക്ഷേ ഫ്രണ്ടിലിരുന്നാൽ കുറച്ചും കൂടെ ടീച്ചർ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. നോട്ടൊക്കെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ നെരുങ്ങി ഇങ്ങനെ അടുക്കായിട്ടിരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിൽ പെട്ടെന്ന് കോപ്പി അടിക്കാനൊക്കെ പറ്റും. ഇങ്ങനെ ബുക്ക് താഴെ വെച്ചിട്ട്. പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ അത്രയ്ക്കും സ്പേസും കിട്ടും. അങ്ങനെ കോപ്പി അടിക്കാൻ അത്രയ്ക്കും പറ്റത്തില്ല. ഇതിൽ പ്രധാനമായും സമ്മിശ്ര പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൽ പല കുട്ടികളും പറയുന്നത് അവർക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും, ടീച്ചറെ നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡിലിരിക്കുന്ന കുട്ടികൾക്ക് ബോർഡ് കാണാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ബാക്കി അവർ സംതൃപ്തരാണ് എന്നുള്ളതാണ്. നമുക്ക് ടീച്ചറോട് കൂടി ചോദിക്കേണ്ടതുണ്ട്. ഇങ്ങനെ യു ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ചെറിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബോർഡ് കാണാനുള്ള ചെറിയ പ്രയാസമുണ്ട്. പിന്നെ അധ്യാപകരുടെ ഏറ്റവും ഒരു മെച്ചമെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കുട്ടികളെയും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. മറ്റുള്ള ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും നമുക്ക് അത്രയും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും നമ്മുടെ കൺവെട്ടത്തുണ്ട്. അച്ചടക്കം നമുക്ക് ഏറ്റവും കാര്യം അവരുടെ ഓരോ മൂവ്മെൻറ്റും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഇല്ല, കൂടുതൽ ഇതില്ല. ആ ബെഞ്ച് അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ഇടുമ്പോൾ പ്രശ്നമില്ല. അതാകുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ടിരിക്കാം. ഇവിടെ ആകുമ്പോൾ ബോർഡ് നോക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സങ്കടം എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് നല്ല സമയം സംസാരിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ സിസ്റ്റം വന്നതോടെ കുട്ടികൾക്ക് സംസാരം ഇച്ചിരി കുറയും.